അഴ കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് നമ്മൾ കെട്ടുമല്ലോ. അല്ല, ഈ പ്ലാസ്റ്റിക് കയർ ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം? അതിന്റെ വക്ക് ഇങ്ങനെ നാനാപാട് നിൽക്കുന്നത് ഒന്ന് നമ്മളൊന്ന് തീ കത്തിച്ചാൽ അതൊന്ന് ഉരുകി ഒരു വിനയത്തിൽ നിൽക്കും. അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഫയർ എഞ്ചിൻ അങ്ങ് പോകുന്നു, 2 എണ്ണം. നാട്ടുകാരൊക്കെ ഓടുന്നുണ്ട്. എന്താ സംഭവം നോക്കുമ്പോൾ അവിടെ ഒരു തൊഴുത്തിനൊക്കെ കൂടെ തീ പിടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുക. ഹൗസ് ഓണർ ഇങ്ങനെ വലിയ കുറ്റബോധത്തോടു കൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, എന്തു പറ്റി ചേട്ടാന്ന് ചോദിച്ചു. വൈക്കോൽ തൂറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് തീപ്പെട്ടി വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. വൈക്കോൽ തൂറിൻ്റെ അറ്റന്ന് കത്തിപ്പോയി. ഒരു മദ്യപിക്കുന്നതാണല്ലോ, പുള്ളിക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ പുള്ളി വഴക്കുണ്ടാക്കും. അപ്പോൾ വഴക്കുണ്ടാക്കാൻ പുള്ളിക്ക് ചെറിയ സെൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ചോദ്യം വന്നു, എങ്ങോട്ടാണ് പോണേന്ന് പുള്ളിക്ക് മനസ്സിലായി. കാരണം തോപ്പിക്കാനായിട്ടേ ഇയാൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെങ്കിൽ പിച്ച് കൂടുന്തോറും ടോണിൻ്റെ ബേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയല്ലേ, ഇങ്ങനെ ഈ സാധനം വരും പുള്ളിക്ക്. വെറുതെ വർത്താനം പറയുമ്പോൾ ഇതാണെങ്കിലും ദേഷ്യം വരുമ്പോഴോ അത് പറയുമ്പോഴോ പുള്ളിയുടെ ടോൺ ഇങ്ങനെ ഫെമിനൻ ടോണിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം പുള്ളി ഒരാളോട് ഷാപ്പ് ഇരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം തർക്കത്തിൽ ഇയാൾ അടുത്ത 2-3 പോയിന്റും കൂടെ കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു അവസ്ഥയിലെത്തിപ്പോൾ ഈ ഓപ്പോസിറ്റ് നാളെ ചോദിച്ച്, ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയാണോന്ന്. ഇതിനെക്കുറിച്ചല്ല തർക്കം നടക്കുന്നത്. പക്ഷെ ഇത് മൂത്ത് വെക്കുമ്പോൾ ഇയാളൊക്കെ ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ചോദിച്ചോണ്ടേ, ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ചോദിച്ചോണം കേട്ടോ. ചേട്ടാ, ചേട്ടന്റെ ശബ്ദം കുഞ്ഞാള് പോലെ ഇങ്ങനെ തന്നെയാണ്. എങ്ങനെ? ഞാനിരിക്കെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ തന്നെ കഥയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ തണുത്ത വെള്ളം കിട്ടുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നൂല് പോലെ വെള്ളം വന്നെ അതിനകത്ത്. അന്നൊരു ഫ്രിഡ്ജ് പോലത്തെ സാധനം റെയിൽവേ സ്റ്റേഷൻ വയ്ക്കുക, അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നൂല് പോലെ വെള്ളം വരുള്ളൂ. അപ്പം മണ്ഡലകാലമാണ്. ഒരു സ്വാമി ഇറങ്ങി വന്നു, ട്രെയിൻ വിടാറായി. സിഗ്നൽ കൊടുത്ത സമയത്ത് പുള്ളി ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പിയായിട്ട് വന്ന്, പെപ്സി കുപ്പിയായിട്ട് വന്നേക്കുവാ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പുള്ളി ഇത് നിറച്ചു, ഇതിങ്ങനെ നിറയാൻ തുടങ്ങി, ട്രെയിൻ ഓടാൻ തുടങ്ങി. പുള്ളി പോയി കയറണ്ടേ? പുള്ളി ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷനിലുള്ള മുഴുവൻ പുള്ളിനെ നോക്കി. ആ ഡോറ് ഇന്ന് വേറെ ആള്, മുൻസാമേ ഇത് ട്രെയിൻ എടുത്തിടാ പാടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ട പുള്ളി. ഇപ്പൊ ഇങ്ങനെ ട്രെയിൻ ചെറിയ അനക്കേ തുടങ്ങിയിട്ടുള്ളൂ. ഇതിങ്ങനെ പകുതി കുപ്പിയായി. മുൻസാമിടാ ട്രെയിൻ വിടറാ പാടാ മുൻസാമിടാ പുള്ളി തന്നെ ഇടറാ തന്നെ ഇങ്ങനെ നിൽക്കുക. ഇത് 3:45. മുൻസാമി ട്രെയിൻ വിടറ വാടറാ എന്നൊക്കെ പറയും പുള്ളി. പിന്നെ തന്നെ ഇടാഞ്ഞിട്ട് അവിടെ. അപ്പൊ ഇപ്പത്തെ ഇവരുടെ ഈ ഇന്ററാക്ഷൻ കാരണം സ്റ്റേഷനിലുള്ള എല്ലാവരും ഈ പുള്ളിനെ നോക്കാൻ തുടങ്ങി. മുൻസാമി പതുക്കെ അടപ്പടച്ചിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സംഗതി ഇച്ചിരി പാളിയിട്ടുണ്ട്. ട്രെയിൻ നല്ല മൂപ്പായി. പുള്ളിക്ക് കയറാൻ പറ്റുന്നൊരു സ്പീഡല്ല. പുള്ളി നടത്തം പതുക്കെ ഓട്ടോ ആക്കി. ഒരു 200 മീറ്റർ കൂടെ കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് പിന്നെ പുള്ളി പോയി. ശബരിമലയ്ക്ക് പോകും, പുള്ളി കോട്ടയത്ത് കിടക്കും. ഞാൻ നോക്കുമ്പോൾ മുനിസ്വാമി ഒരു ഓട്ടം തുടങ്ങിയിട്ട് ട്രെയിനിൻ്റെ ഒപ്പം ഓടി 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 ആ ഡോർ എത്താറായപ്പോൾ ഈ കുപ്പി ഒരൊറ്റ എറിഞ്ഞിട്ട് ചാടി ഡോറെ പിടിച്ച് കയറിപ്പോയി. ഈ വെള്ളത്തിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിലകൻ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പോയിരിക്കും. അവിടെ പോയിരുന്ന് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന പോലെയാണ്. ജീവിതത്തിൽ നിന്നുള്ള തമാശകളാണ്. നമ്മളെല്ലാ സിനിമയിലും നോക്കിയാൽ കണ്ടറിയാൻ പറ്റും. ആക്ഷനും ഇതൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. അതും ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നതിന് മുമ്പായിരിക്കും. എന്താ പേര് അങ്ങനെ ആയിരിക്കും. അദ്ദേഹത്തിന് ഞാൻ കുറേ പഠിക്കാനുള്ളൊരു സമയം കിട്ടി. അപ്പോൾ ഒരു പടത്തിന് അദ്ദേഹം പോയപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അമ്മേ എനിക്ക് ദാഹിക്കുന്നു വെള്ളം തരൂ. അമ്മയെന്ന് പറഞ്ഞ ഒരു കോൺവെന്റിൽ ചെന്നിട്ടാണ് അമ്മേ എനിക്ക് ദാഹിക്കുന്നു വെള്ളം വേണം എന്ന് പറയും. പുള്ളി അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയെന്ന് വിളിക്കുന്നത് എന്തിനാ? അമ്മയല്ലേ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അമ്മ കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു. അമ്മ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് വെള്ളം തരൂ, ദാഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം എന്തിനാണ് ചോദിക്കുന്നത്? ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, വെള്ളം മറ്റേത് കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് മൊത്തം കട്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് പുള്ളി പറഞ്ഞേ ഇവരില്ലാത്തതെല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വെറുതെ ആക്ഷനിൽ ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നു. ഡയലോഗൊന്നുമില്ല.